വീട്ടിൽ പഠിക്കാൻ ടേബിൾ പോലും ഇല്ലായിരുന്നു. അതിനാലാണ് അവൻ അരിച്ചാക്കിനരികിൽ ഇരുന്നത്. പക്ഷേ സ്വപ്നങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ആവശ്യമില്ല. അമ്മ ദിവസവും ചെറിയ പൈസ മാറ്റിവയ്ക്കും. അവൾക്ക് സ്വർണം വാങ്ങാനല്ല, മകന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായിരുന്നു. പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലായിരുന്നു. അതിനാൽ പഴയ പുസ്തകങ്ങളിലെ മായ്ച്ച കുറിപ്പുകൾക്കിടയിലായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ. മഴയിൽ നനഞ്ഞ് ജോലി കഴിഞ്ഞു വരുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൻ മനസ്സിൽ ഒരു വാക്കു പറഞ്ഞു: ഇവരുടെ ജീവിതം ഞാൻ മാറ്റും. വൈദ്യുതി പോയ രാത്രികളിലും അവൻ പുസ്തകം അടച്ചില്ല. മെഴുകുതിരി വെളിച്ചം മതിയായിരുന്നു. ബസ് കൂലി ലാഭിക്കാനായി അവൻ ദിവസവും കിലോമീറ്ററുകൾ നടന്നു. കാരണം അവന് അറിയാമായിരുന്നു ഓരോ രൂപയ്ക്കും വിലയുണ്ടെന്ന്. ഇത്ര പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷേ സ്വപ്നമുള്ള ആളുകൾക്ക് വിശദീകരിക്കാൻ സമയമുണ്ടാകില്ല. ചില രാത്രികളിൽ അവൻ വിശന്ന വയറ്റോടെയായിരുന്നു പഠിച്ചത്. പക്ഷേ വിശപ്പിനേക്കാൾ വലിയതായിരുന്നു അവന്റെ ലക്ഷ്യം. റിസൾട്ട് വന്ന ദിവസം ആദ്യമായി അവൻ തന്റെ അമ്മയുടെ കണ്ണുകളിൽ ഭയം ഇല്ലാതാകുന്നത് കണ്ടു. ആ കത്ത് ഒരു സ്കോളർഷിപ്പ് മാത്രമല്ലായിരുന്നു. അത് അവരുടെ കുടുംബത്തിന്റെ പുതിയ തുടക്കമായിരുന്നു. ആദ്യ ശമ്പളം കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ആദ്യം വാങ്ങിയത് സ്വന്തത്തിനൊന്നുമല്ല, അമ്മയ്ക്ക് ഒരു നല്ല സാരിയായിരുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാളെ നിന്റെ കുടുംബത്തിന്റെ അഭിമാനമായി മാറാം. പഠനം ഒരാളുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, മുഴുവൻ തലമുറകളുടെ ഭാവിയും മാറ്റും.